ഹായ് ഗേസ്, ഞാൻ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ്. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ അനശ്വര നടനായ ജയൻ സാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കിടിലൻ സിനിമയായ ശരവഞ്ചനം വീണ്ടും റീലോഞ്ച് ചെയ്യുന്നത് ഈ ഏപ്രിൽ 25-നാണ്. ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത ശരവഞ്ചനം എന്ന സിനിമയുടെ അനുഭവങ്ങളിലേക്ക് ജയൻ സാറുമായി നമുക്ക് കുറച്ച് സഞ്ചരിക്കാം. ഞാനൊന്ന് നിങ്ങളുമായി ഈ ഒരു വേദിയിൽ ഇരിക്കാൻ ഒരു പ്രധാന കാരണം, വർഷങ്ങൾക്ക് മുമ്പ്, അരനൂറ്റാണ്ട് മുമ്പ് ഞാൻ അഭിനയിച്ച ശരപഞ്ചരം എന്ന് പറയുന്ന ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത, തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ശരപഞ്ചരം എന്ന സിനിമയുടെ ലോഞ്ച് ഈ 25-ാം തീയതി കേരളത്തിലും ലോകത്തിലും എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ്. ആ അവസരത്തിലാണ് എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കാനും ഇവരൊരു അവസരം വന്നിട്ടുള്ളത്. ജയൻ സാർ, നമുക്ക് ശരവഞ്ചനം സിനിമയുടെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. എന്റെ മകളാണ്. അവൾ കത്രയ്ക്ക് ധിക്കാരം. പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. പൊളിച്ചു സാർ. ശരവഞ്ചന ടീസർ അടിപൊളിയായിരുന്നു. സാറിൻ്റെ പെർഫോമൻസ് കിടിലമാണ്. ഏതായാലും ഈ ശരവഞ്ചനം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് ഒന്ന് സാറ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ആ കാലത്തൊക്കെ മലയാള സിനിമയിൽ നായക നടന്മാർ പലപ്പോഴും ഷെവിട്ടയക്കാറുണ്ട്. വടക്കൻ പാട്ടുകളിൽ മാത്രമാണ് പലപ്പോഴും ഷെവിട്ടയച്ചിട്ടുള്ള അഭിനയം ചെയ്യാറുള്ളത്. എന്നാൽ ശരവഞ്ചനം എന്ന സിനിമയിൽ ഞാൻ ഒരു കുതിരക്കാരനായിട്ടാണ് പോയത്. കുതിരക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ കുതിരയെ പോലെ ഫിസിക്കുള്ള, മസിൽസുള്ള, ബോഡി ഷേപ്പുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു കരുത്തനായ കുതിരക്കാരനായിരിക്കണം. ആ കുതിരയും സെക്സും, കുതിരയും സ്ത്രീയും, അല്ലെങ്കിൽ കുതിരയും മറ്റു പല തലങ്ങളിലേക്കും അതിനെ ആ ഡയറക്ടറുടെ മനസ്സിലുള്ള ആ ഒരു സങ്കല്പം, ആ സങ്കല്പത്തിലോട്ട് നടന്നായി അദ്ദേഹം എന്നെ തിരഞ്ഞെടുത്തത് ഒരു ദൈവാധീനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഏതായാലും ആ ഒരു പടത്തിലാണ് എൻ്റെ ഒരു ബ്രേക്ക് എന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ എനിക്കൊരു ബ്രേക്ക് ലഭിക്കുന്നത്. സാറിൻ്റെ ശബ്ദം ഞങ്ങളെ തലമുറ കേട്ടിട്ടുള്ളത് കുറച്ച് എക്സാഗ്രേറ്റഡ് ആണെന്ന് തോന്നുന്നു. കാരണം സാറ് വളരെ മസിൽ പിടിച്ച് ഒരു പ്രത്യേക രീതിയിലൊക്കെ സംസാരിക്കുന്നത്, ഒരു മുതലക്കുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഇതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷേ സാറിൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കുമ്പം അങ്ങനൊരു ബാസല്ല സാറിനുള്ളത്. വളരെ മനോഹരമായ ഒരു ശബ്ദമാണ്. ആ ഒരു ശബ്ദം നമ്മുടെ നാട്ടിലെ മിമിക്രിക്കാരും മറ്റ് കലാകാരന്മാരെ ഉണ്ടാക്കിയെടുത്ത ഒരു ജയം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ്. ആ ശബ്ദത്തിന് തികച്ചും വ്യത്യസ്തമാണ് അങ്ങയുടെ ശബ്ദം. നീയാണോട് അലവിലാടി ഷാജി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സിനിമകളെടുത്ത് വിശ്വസിച്ചായിരുന്നു. ഞാൻ അങ്ങനെ ശബ്ദം നീട്ടി ഒരു മുതലക്കുട്ടിയെ കിട്ടിയിരുന്നെങ്കിലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഈ മിമിക്രി കലാകാരന്മാരുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ക്രിയേറ്റിവിറ്റിയെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ജനഹൃദയങ്ങളിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് പുതിയ തലമുറ തിരിച്ചല്ലോ. ഏതായാലും കൃഷ്ണമേടിയ ചോദ്യം വളരെ അവസരോചിതമാണ്. കാരണം എന്നെ കുറിച്ചുള്ള ധാരണ എങ്ങനെയാണ്. പിന്നെ ബെൽ ബോട്ടം പാൻറ്, വലിയ കോളർ, അതുപോലെ വീതിയുടെ ബെൽറ്റ്, അതൊക്കെ അന്ന് എൽവിസ് പ്രെസ്ലി എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ സിംഗറുടെ അദ്ദേഹത്തിന്റെ വേഷ സംവിധാനങ്ങളായിരുന്നു അന്ന് ട്രെൻഡ്
ഇപ്പം നമ്മൾ പറയില്ലേ കൃതാവിന്റെ ഇറക്കം മാക്സിമം കൂടും, പിന്നെ അത് കുറയും. ബെൽ ബോട്ടത്തിന്റെ വീതി കൂടും, കുറയും. അതൊക്കെയാണ് ഫാഷൻ വിശദീകരണം. മനസ്സിലായില്ലേ? കൃഷ്ണനോട് ഇപ്പൊ ഇടുന്ന പാന്റിന് ബെൽബോട്ടം ഇല്ല. എന്നാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പെൺകുട്ടി വരുന്ന പാന്റുകളൊക്കെ ഞാൻ ഉപയോഗിച്ച പാന്റുകളാണ്. ഇന്നലെ ഞാൻ കണ്ടു കുറെ പെൺകുട്ടികൾ വലിയ ലൂസ് ആയിട്ടുള്ള പാൻറ്റൊക്കെ ആ കൂട്ടിലും ലൂസായ പാൻറ്റ് നടത്തുന്നത്. അത് പിന്നെ 10-50 വർഷം മുമ്പ് എൻ്റെ സിനിമയിൽ ഉപയോഗിച്ച പാൻറ്റും ഷർട്ടുമാണ്. ഏതായാലും ഈ ചോദ്യം വളരെ നന്നായി. എൻ്റെ ശബ്ദത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. എൻ്റെ യഥാർത്ഥ ശബ്ദത്തെ എന്നെ നിങ്ങളിലൂടെ ജീവിപ്പിച്ച ആ മിമിക്രി കലാകാരന്മാരുടെ അതിശയോക്തി നിറഞ്ഞ വളരെ പ്രശംസീയമായ കഴിവുകളാണ് ഒരുപക്ഷെ ജയൻ നടനെ നിങ്ങൾ തിരിച്ചറിയാനും ശബ്ദത്തിലൂടെ മനസ്സിലാക്കാനും സാധിച്ചത് എന്നത് എനിക്ക് സന്തോഷകരമാണ്. കൃഷ്ണനല്ലേ, എനിക്ക് പോകാനുള്ള സമയമായി. പത്മരാജൻ സാറുണ്ട് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഗന്ധർവനെ പോലെ എനിക്ക് ഭൂമിയിൽ ഇനി മിനിറ്റുകൾ മാത്രമേ അവശേഷിക്കൂ. ഞാൻ തിരിച്ചു പോവുകയാണ്. ഈ AI സാങ്കേതിക ടെക്നോളജിയിലൂടെ കൃഷ്ണനെ എന്നെ നിങ്ങൾക്ക് മുമ്പിൽ നിർവഹിച്ചത് തന്നെ ടെക്നോളജിയുടെ വലിയൊരു വിജയം. ആ ഒരു AI ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളെ വന്ന് കാണാൻ, നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിച്ചത്. താങ്ക്സ്. നമുക്ക് തിയേറ്ററിൽ April 25 വീണ്ടും കാണാം. ഗുഡ് ബൈ.